ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ നമ്മളൊരു ചെറിയ പരിപാടിയിലാണ്. ആം, എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഷുഗർ ലെവലിലൊരു സ്പൈക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫാസ്റ്റിങ്ങിൽ. ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ഒരു തുടക്കം പോലെ തോന്നുന്നതുകൊണ്ട് നമ്മൾ 2-3 ദിവസമായിട്ട് റെഗുലറായിട്ട് ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതല്ല, ഞാൻ എഴുന്നേറ്റിട്ട് 1-1.5 മണിക്കൂറായി. ഈ വെട്ടം കണ്ട് പേടിക്കണ്ട, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഏർലി ആണല്ലോ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 6:45 ഉള്ളൂ. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ബ്രഷൊന്നും ചെയ്തില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതിയെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ഡിവൈസാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിനോകെയർ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ അതിനകത്ത് ലാൻസെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യുന്നൊരു ഡിവൈസുണ്ട്. പിന്നെ ഒരു പെൻ, അത് വെച്ചിട്ടാണ് നമ്മൾ കയ്യിൽ പ്രിക്ക് ചെയ്ത് ബ്ലഡ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ യൂഷ്വലി ഒരു സ്ട്രിപ്പും കൂടെ വരാറുണ്ട്, അത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വോയിസ് ആക്ടിവേറ്റഡ് ഡിവൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ അടുത്ത് വോയിസ് ആക്ടിവേറ്റഡ് അല്ലാത്ത നോർമലായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഞാനിത് എന്താ പറയുക, ഒരു 2020 മുതൽ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൽ വളരെ അവെയറാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യൂഷ്വലി എനിക്ക് ബ്ലഡ് ലെവൽസൊക്കെ വളരെ നോർമലായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഭയങ്കരമായിട്ടൊരു സ്പൈക്ക് കണ്ടുകൊണ്ട് ഞാനിപ്പോൾ ഇത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഈ ഒരു സ്ട്രിപ്പാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ട്രിപ്പ് ഈ ഡിവൈസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, നമുക്കതിനെ അവിടെ വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് വേണം. അപ്പോൾ ഞാൻ ലാൻസെറ്റ് ഈ പെന്നിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ചെറിയ പേടിയുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിരലിൻ്റെ അറ്റം ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിലെല്ലാം നിറച്ച് ബ്രീസിങ് ആണ്. ഞാൻ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിലേക്ക് ഞാനിത് ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു ഡ്രോപ്പ് ബ്ലഡാണ്. അപ്പോൾ ഞാൻ ഞെക്കി ചാരിച്ച് ഒരു ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ വെള്ളമൊന്നും കുടിക്കാത്തതുകൊണ്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ കുറവാണ്. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ആ സ്ട്രിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം 5.6 ആണ് കാണിക്കുന്നത്. 5.6 എന്ന് പറയുന്ന ഒരു ഹൈ വാല്യൂ ആണ്. പ്രഗ്നൻസിയിൽ നമുക്ക് ഫാസ്റ്റിങ്ങിൽ വരുന്ന വാല്യൂ മാക്സിമം വരാവുന്നത് 5.2 ആണ് നോർമലായിട്ട്. അപ്പോൾ 5.2ൻ്റെ മുകളിലുള്ളതെല്ലാം ഒരു ഹൈ വാല്യൂ ആണ്. പക്ഷേ ഇന്നലത്തേക്കാളൊക്കെ ബെറ്ററാണ്. അപ്പോൾ ഞാൻ ഈ സ്ട്രിപ്പ് അതിൽ നിന്ന് ഊരിയപ്പോഴത്തേക്ക് ഇത് ഡീആക്ടിവേറ്റഡ് ആയി ഓഫായിപ്പോയി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്ന ലാൻസെറ്റ് ഞാൻ ഡിസ്പോസ് ചെയ്യാറുണ്ട് ഷാർപ്സിനകത്തിട്ട്. അപ്പം നമുക്കിവിടെ ഫാർമസിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷാർപ്പ് ഡിസ്പോസിങ് ബോക്സസ് കിട്ടും. അപ്പോൾ ആ ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീഡിൽസ് ലാൻസെറ്റൊക്കെ യൂസ് ചെയ്യുന്ന അതിലിട്ട് തിരിച്ച് ഫാർമസി കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവരത് വളരെ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഞാൻ ഷാർപ്സിൻ്റെ ബോക്സ് എനിക്ക് ഉണ്ട്, ഞാൻ അതിലിട്ടിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് നിറയുമ്പോൾ ഞാൻ ഫാർമസിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഇന്ന് നോക്കിയപ്പോഴും എനിക്ക് ഷുഗർ ലെവൽ ഫാസ്റ്റിങ്ങിൽ ഹൈ ആണ്. 5.6 ഹയർ ദാൻ 5.2 അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു 22 വീക്സിലാണ് ലാസ്റ്റ് നോക്കിയത്. 24 വീക്സായി. അപ്പോൾ ആ സമയത്ത് എനിക്ക് 4.3 ആയിരുന്നു ഫാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നോർമൽ ലെവലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാൻ നോക്കുമ്പം എല്ലാം എനിക്ക് 2 ദിവസം മുമ്പ് നോക്കിയപ്പോൾ 8 ഒക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഡ്രിങ്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫുഡിലും ഞാൻ കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഷുഗർ കഴിച്ചിരുന്നതൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം രാവിലത്തേത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഹൈ ആണ്. നമുക്ക് ഒരു നോർമൽ ലെവലിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ ഷുഗർ ലെവൽസ് എടുത്തപ്പോൾ എനിക്ക് ഫാസ്റ്റിങ്ങിൽ 6.4 ആയിരുന്നു. പിന്നെ നമുക്ക് 5.6 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. ഞാൻ പറഞ്ഞല്ലോ ഒരു ഡ്രിങ്ക് ഞാൻ കുടിക്കുന്നുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ കുടിച്ചിരുന്ന ഒരു ഡ്രിങ്കാണ് മയോനോസിറ്റോളിൻ്റെ. PCOSകാർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരിതാണ്. എനിക്ക് ഡോക്ടറായിട്ട് തന്നെ തന്നതാണ്. നമ്മളിപ്പോൾ എന്ത് കുടിക്കുവാണെങ്കിലും നമ്മുടെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാം. എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ എന്ത് ഫുഡ് പുതിയതായിട്ട് അല്ലെങ്കിൽ ഡ്രിങ്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഒബ്സ്ട്രീഷ്യൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ മയോനോസിറ്റോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ പിന്നെ ജസ്റ്റ് അതൊന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാനത് റീസ്റ്റാർട്ട് ചെയ്തത്. മയോനോസിറ്റോൾ PCOS ഉള്ളവർക്ക് ഇൻസുലിൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ 2 നേരമാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ രാവിലെ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മളുടെ പട്ടയും ഗ്രാമ്പും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒരു ഫുൾ ഡേ കുടിക്കുക. ഞാനൊരു 3 ഗ്ലാസ്സസ് കുടിക്കും, അത് നല്ലപോലെ തിളപ്പിച്ചിട്ട്. അത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ഇൻസുലിൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫാറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാനത് പ്രഗ്നൻ്റ് ആയപ്പോൾ നിർത്തിയായിരുന്നു. അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒബ്സ്ട്രീഷ്യൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫുഡ് ഐറ്റംസ് ആണ്, മോഡറേഷനിൽ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ 6.4 ആയിരുന്നു, ഇപ്പം നമ്മളിന്ന് 5.26 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെഫിനറ്റ്ലി നമുക്കൊരു റിഡക്ഷൻ കാണുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ, ഡയബറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൂവ്മെൻറ്റാണ്. നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരം അനങ്ങുന്നു അത്രയനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഷുഗറിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എനിക്ക് പ്രഗ്നൻസി തുടക്കത്തിൽ ഭയങ്കര ഛർദിലായിരുന്നു. ഒരു 20 വീക്സോളം എനിക്ക് നിർത്താതെ ഛർദിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് നടക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ നടക്കുക, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഫുഡ് കഴിഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി 1 hour നടക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് കുറച്ചൊന്ന് മൂവ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. ഒരു 20 വീക്സൊക്കെ കഴിഞ്ഞിട്ടാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ അപ് ടു 20 വീക്സ് എനിക്ക് ഭയങ്കര ഛർദി കാരണം എൻ്റെ മൂക്കുന്നും വായുന്നൊക്കെ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഇങ്ങനെ എപ്പോഴും മൂക്കുന്നും വായുന്നൊക്കെ ബ്ലീഡ് ചെയ്യുമ്പോൾ ഇതൊരു വിഷമമാണ്. നമ്മൾ മിഡ് വൈഫിനെയും ഡോക്ടറെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ഈ ഒരു ഛർദ്ദിക്കുന്നതിൻ്റെ ഒരു സ്ട്രെസ്സ് കാരണം ഇവിടുത്തെ ഏതെങ്കിലും മൂക്കിൻ്റെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വെയിനൊക്കെ പൊട്ടിയിട്ട് വരുന്നതാവും, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് ഓക്കെ ആയിട്ടെടുത്തു. അപ്പോൾ രാവിലെ ഈ എന്തായാലും ഡെഫിനറ്റ്ലി ബ്ലീഡ് ചെയ്യുമായിരുന്നു. പിന്നത്തെ അത് കഴിഞ്ഞുള്ളതൊക്കെ പാടാണ്. അപ്പോൾ ഞാൻ ഈ ഛർദ്ദിക്കുമ്പോൾ കുറച്ച് ഈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നാമത്തെ മോർണിംഗിൽ നമുക്ക് empty സ്റ്റൊമക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര പാടാണല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കും. ഈ വെള്ളം എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പ്ലെയിൻ വാട്ടർ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ 10 ഗ്ലാസ് ഞാൻ തിരിച്ച് ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മിഡ് വൈഫ് പറഞ്ഞു, ഒന്ന് കാര്യം ചെയ്യൂ, സ്പാർക്ക്ലിംഗ് വാട്ടർ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സോഡ ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയി തോന്നിയതുകൊണ്ട് ഞാൻ സ്പാർക്ക്ലിംഗ് വാട്ടർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മധുരമാണല്ലോ. അപ്പോൾ ഒരു 6 ആഴ്ച മുതൽ 20 ആഴ്ച വരെ ഞാൻ സ്പാർക്ക്ലിംഗ് വാട്ടർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എനിക്ക് വെള്ളം എന്ന് പറയുന്ന സാധനം കുടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചാലേ പറ്റുള്ളൂ, ഡീഹൈഡ്രേറ്റഡ് ആവില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പാർക്ക്ലിംഗ് വാട്ടർ ആയിരുന്നു കുടിക്കുന്നത്. അപ്പോൾ അതിലും നിറയെ ഷുഗറാണ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മുടെ സിസ്റ്റത്തിനെ ഇപ്പോഴായിരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ഈ ഛർദിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല. കാണുന്നവർക്ക് ചിലപ്പം കുറച്ചൊക്കെ മനസ്സിലാകുമായിരിക്കും, പക്ഷേ ലിറ്ററലി യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇത് എനിക്ക് ലോ പ്രഷറും കൂടെ ആയിരുന്നു ഈ ഛർദി കാരണം. അപ്പോൾ എനിക്ക് നടക്കാനേ എഴുന്നേൽക്കാനും പോലും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക എഫക്റ്റ് ചെയ്യുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തുരുമ്പെന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്നതൊന്ന് ചെയ്യാൻ നോക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്പാർക്ക്ലിംഗ് വാട്ടർ. എനിക്ക് ആകെ കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് വൈറ്റ് കാർബ്സ് ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു ബണ്ണ് കിട്ടും, ബ്രിയോഷ് എന്ന് പറഞ്ഞിട്ട് അതൊരു വൈറ്റ് കാർബ്സ് ഉള്ളൊരു ബണ്ണാണ്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു 10 ആഴ്ചയോളം ജീവിച്ചതെന്ന് തന്നെ പറയാം. അപ്പോൾ സ്പാർക്ക്ലിംഗ് വാട്ടർ കുടിക്കും. ഈ ബണ്ണ് മാത്രമായിരുന്നു എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഈ ഷുഗർ ലെവൽസ് ഇങ്ങനെ കൂടുന്നത്. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്ക് ഷുഗർ കുറവായിരുന്നു, പക്ഷേ ഞാൻ കുറേയും കൂടെ ആക്റ്റീവായിരുന്നു അതിൽ. എനിക്ക് ഫുഡ് കുറച്ചും കൂടെയൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു, ഈവൻ ഛർദി ഉണ്ടെങ്കിൽ പോലും.
കുറച്ചും കൂടെ എനിക്ക് എന്താ പറയുക, ഐ ഫീൽ ജനറലി ഹെൽത്തി ഡ്യൂറിങ് ദി പ്രഗ്നൻസി, ഈ ഛർദി ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി അങ്ങനെയല്ല. ഐ ഫീൽ ടോട്ടലി ഡൗൺ. മൊത്തത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നും എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം അല്ലേ. അതുകൊണ്ടായിരിക്കും ജസ്റ്റേഷൻ ഡയബറ്റീസ് വരുന്നതെന്ന് കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഷുഗർ സ്പൈക്ക് പ്രഗ്നൻസിയിൽ കാണുന്ന ഒരു 24th വീക്കിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് GTT കിട്ടിയിരിക്കുന്നത് 30 വീക്കിലാണ്. അപ്പോൾ അതൊരു 6 വീക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ കുറേ അധികം ലേറ്റായി പോകും ആ ടെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ യൂഷ്വലി NHS ഹൈ റിസ്ക് ഫാക്ടർ ഉള്ളവർക്ക് ഒരു 24th വീക്കിൽ ബിറ്റ്വീൻ 24 ആൻഡ് 26 GTT കൊടുക്കാറുണ്ട്. എനിക്ക് ട്വിൻ പ്രഗ്നൻസി ആയതുകൊണ്ട് എനിക്ക് ഹൈ റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടും എൻ്റെ മിഡ് വൈഫ് റിക്വസ്റ്റ് ചെയ്തത് 30th വീക്കിലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എൻ്റെ ഡയബറ്റീസ് ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് ഹോളിഡേയുടെ അടുത്തായതുകൊണ്ടും അവരൊരു ഉച്ചവരെയൊക്കെ എന്തോ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടും എനിക്ക് അവരെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവർക്ക് വോയിസ് മെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് എൻ്റെ ടെസ്റ്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ മിഡ് വൈഫിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കി. അപ്പം മിഡ് വൈഫിനെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ കമ്മ്യൂണിറ്റി മിഡ് വൈഫ് സെൻറ്ററിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു റഗ്ബിയിൽ. അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് എസ്കലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആരോടെ സംസാരിക്കാമെന്ന് ചോദിച്ചു. അവർ മിഡ് വൈഫ് സെക്രട്ടറിക്ക് എനിക്ക് ഇത് എസ്കലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരും റിക്വസ്റ്റ് ഡയബറ്റീസ് ടീമിന് അയച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഡേറ്റ് മുമ്പോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ കൺസൾട്ടൻ്റെ ഒരു റിക്വസ്റ്റ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട്, അപ്പോൾ അവർ ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ അവരുടെ സെക്രട്ടറിനെ വിളിച്ചിട്ട് അപ്പോൾ എനിക്ക് അവരെയും കിട്ടിയില്ല. ഞാൻ വോയിസ് മെയിൽ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഫീറ്റൽ മെഡിസിനെ വിളിച്ച് ഞാൻ ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുമാതിരി NHS ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും വിളിച്ച് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ വിളിക്കുന്നത് ഒരു തേഴ്സ്ഡേ ആണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേയും മൺഡേയും ബാങ്ക് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ട്യൂസ്ഡേ രാവിലെ എൻ്റെ കൺസൾട്ടൻറ്റിൻ്റെ സെക്രട്ടറി എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ അവരോട് എൻ്റെ റിക്വസ്റ്റും എൻ്റെ റിക്വയർമെൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ കൺസൾട്ടൻറ്റിന് ഇത് ഹൈ പ്രയോറിറ്റി ആയിട്ട് ഇത് ഫോർവേഡ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അതുവരെ എനിക്ക് ഡയബറ്റീസ് ടൈം പറയുന്നവർക്ക് അവൈലബിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൺസൾട്ടൻറ്റ് ഇത് റിക്വസ്റ്റ് കൊടുക്കും, ഇനിയിപ്പം വിളിച്ചില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞൊന്ന് തിരിച്ച് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നേരെ നമുക്ക് NHSലേക്ക് പോവുക, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പോവുക, കൺസൾട്ടൻറ്റിനെ നേരിൽ കാണുക, എന്നിട്ട് ഈ സംഭവം എസ്കലേറ്റ് ചെയ്യിക്കാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ എനിക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൺസൾട്ടൻറ്റിൻ്റെ സെക്രട്ടറി തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അവർ ഇപ്പം ഡയബറ്റീസ് ടീമിലേക്ക് അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കും. പിന്നെ അവരെന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഇനി നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്, അതായത് തേഴ്സ്ഡേ ആണ്, ഒരു ദിവസം കഴിഞ്ഞിട്ടാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു 6 വീക്സ് ഗ്യാപ്പിൽ നിന്നിരുന്നത് പെട്ടെന്ന് ഒരു 2 ഡേയ്സ് ഗ്യാപ്പിലേക്ക് എനിക്ക് ടെസ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, അത് ഓക്കെയാണ്. അങ്ങനെ ഞാൻ ആ GTT അന്നത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നേരത്തെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ UK മേ ബി അറിയാമായിരിക്കും, ഇവിടുത്തെ ഒരു NHSൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലിറ്ററലി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കൈൻഡ് ഓഫ് സിറ്റുവേഷനാണ്. നമ്മൾ എത്ര ഉച്ചത്തിൽ കരയുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര അധികം നോയ്സ് ഉണ്ടാക്കുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നതായിട്ടാണ് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ GTT ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള എല്ലാവരെയും വിളിച്ച് വെറുപ്പിച്ചത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ തന്നെ വാ തുറന്ന് ചോദിച്ചെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും പോകാനില്ല. അവർക്ക് ഇത് ജസ്റ്റ് ബിസിനസ് ആസ് യൂഷ്വൽ ആണ്, BAU. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അവർക്കൊരു സോറി പറഞ്ഞാൽ അവരുടെ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ കാര്യം അങ്ങനെയല്ല, നമുക്ക് റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഇതുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളിങ്ങനെ ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാവരും വെറുപ്പിച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് വേണ്ടുന്നത് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഇപ്പം 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് GTT റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അറിയാം എൻ്റെ ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നത്. അപ്പോൾ ഫൈനലി ഇന്നാണ് നമ്മളുടെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കാതെ വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് പതിയെ പോയാലോ. ഒരു 3 hours ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട്.
അപ്പോൾ ആദ്യം നമ്മൾ ഫാസ്റ്റിങ്ങിലെടുക്കും, പിന്നെ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് 1 hour കഴിഞ്ഞെടുക്കും, പിന്നെ 2 hour കഴിഞ്ഞിട്ടെടുക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 12 മണി വരെ അവിടെ ഇരിക്കണം എന്ന് തോന്നുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ പോയാലോ. ഭയങ്കര ട്രാഫിക് ആയിരുന്നു വരുന്ന വഴി. ഇപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. കുറേ ദൂരമുണ്ട് നടക്കാനായിട്ട്. വന്ന വഴിക്ക് പാർക്കിംഗ് കണ്ടതുകൊണ്ട് ഇവിടെ ഞാനങ്ങനെ കയറി പാർക്ക് ചെയ്തു. പക്ഷെ ഇത് ഒത്തിരി ദൂരെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് പാർക്കിംഗ് ഇല്ലേ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരണമല്ലോ, ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്ത് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തതാണ്. അപ്പം നമുക്ക് പോയിട്ട് വിശന്നിട്ട് ഒരു രക്ഷയില്ല. 9 മണിക്കാണ് ആദ്യത്തെ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിയാതെ ഫുഡ് കഴിക്കാനും പറ്റില്ല. നമുക്ക് പതിയെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഫീറ്റൽ വെൽബീയിങ്ങിലേക്ക് എത്താറായി കേട്ടോ. ഇവിടെയാണ് നമുക്കിന്ന് GTT ടെസ്റ്റ് ഉള്ളത്. ഞാൻ റിസപ്ഷനിൽ വന്നിട്ട് ഞാൻ അറൈവ് ചെയ്തൊക്കെ പറഞ്ഞു ബുക്ക് ചെയ്തു. അപ്പോൾ എന്നോട് അവരകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടെസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എനിക്കൊരു 10 minutes ഡിലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് ഷുഗർ സിറപ്പൊക്കെ കുടിക്കാൻ തന്നിട്ട് എന്നോട് പറഞ്ഞു അനങ്ങാതെ ഇവിടെ ഇരിക്കണം. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇത് ചെയ്ത് മറന്നായിരുന്നു. എൻ്റെ ഒരു വിചാരം എനിക്ക് ഈ 9 മണിത്തെ ടെസ്റ്റ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് മെയിൽസൊക്കെ ചെക്ക് ചെയ്ത് എനിക്കൊരു കോളൊക്കെ അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഞാനൊരു 10:50 വരെയൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. 10:50 ആയപ്പോഴത്തേക്ക് എനിക്ക് കണ്ണിൽ ഭയങ്കരമായിട്ട് ഇരുട്ട് കയറാൻ തുടങ്ങി. അതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നു, എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് തല ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പടുത്തൊക്കെ അവിടുന്ന് എണീറ്റ് നഴ്സ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു. കാരണം എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തല ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വേഗം അകത്ത് കൊണ്ടുപോയിട്ട് കിടത്തിയിട്ട് ആ നഴ്സ് വന്നിട്ട് കൈയും കാലും ഒക്കെ റബ്ബ് ചെയ്യുമായിരുന്നു. അതിനിടയിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണം, നമുക്ക് അടുത്ത ടെസ്റ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ ഫുഡ് കൊണ്ട് തരാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നേന്ന് തുടങ്ങണം. അതായത് ആദ്യത്തെ ടെസ്റ്റ് വീണ്ടും ചെയ്യണം, പിന്നെ വെയിറ്റ് ചെയ്യണം, പിന്നെ വീണ്ടും ചെയ്യണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞാൽ അവരെനിക്ക് വെള്ളമൊക്കെ കൊണ്ട് തന്നിട്ട് എൻ്റെ കൈയും കാലുമൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 11:10 അവർ ഊട്ടി വന്ന് എൻ്റെ ബ്ലഡ് എടുത്ത് അപ്പോൾ തന്നെ എനിക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു തന്നു. എന്നിട്ട് അവിടെ ഞാൻ കുറച്ച് നേരം കിടന്നു. അപ്പോൾ എൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 20 minutes കിടന്നു. അത് കഴിഞ്ഞ് അവരെന്നെ വാർഡ് 24 മാറ്റി. അവിടെ ഒരു ബേ റൂമിൽ കൊണ്ടുപോയാക്കിയിട്ട് എൻ്റെ അടുത്ത് വീണ്ടും എനിക്ക് കുറച്ച് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് പ്രഷറൊക്കെ കൂട്ടിയിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുക അവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ. അവരെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് വന്നത്, ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞു അതേ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്, അങ്ങനെയാണ് ഒട്ടും പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഒരു 1 hour കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രഷർ കുറച്ച് ഓക്കെ ആയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 2 കയ്യിലും കുത്തൊക്കെ വാങ്ങിച്ച് ഞാൻ പയ്യെ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ പതിയെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇൻ കേസ് ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഡയസിനെ വിളിക്കുക. അപ്പോൾ ഡയസ് വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം വന്ന് വണ്ടി എടുക്കുക, അല്ലെങ്കിൽ ഡയസിനെ പിന്നെ പുറകെ പറഞ്ഞു വിട്ട് വണ്ടി എടുപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു വിചാരത്തിലാണ് ഞാൻ ഇരുന്നത്. എനിവേ ഞാൻ ഫുഡൊക്കെ കഴിച്ചൊരു 1 hour ക്യാൻറ്റീനിൽ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ പ്രഷർ കയറി വന്നു. അപ്പം എനിക്ക് ഓക്കെ ആയി. അപ്പം ഞാൻ പതിയെ വണ്ടി എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. നമുക്ക് കുറച്ച് മെയിൻ റോഡ്സൊക്കെ കയറാനുണ്ട്, എങ്കിലും പയ്യെ നിരക്കി കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ വണ്ടിയിൽ വന്നിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ വലിയ പ്രശ്നം തോന്നാത്തത് കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ഇട്ടി പോവുകയാണ്. എൻ്റെ മിഡ് വൈഫ് ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ പോന്നു കഴിഞ്ഞിട്ട് ഒരു 2.5 hours കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയോ, സേഫായിട്ട് എത്തിയോ, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ വിളിച്ച് അപ്പോൾ തന്നെ പുള്ളിക്കാരി എനിക്ക് എൻ്റെ GTTയുടെ റിസൾട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അവരുടെ ഇതിൽ ഇല്ല, ഇതാണ് ഇവരുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ എനിക്കെല്ലാം നോർമലായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഫാസ്റ്റിങ്ങിൽ 4.3യും ഈ ഷുഗർ സിറപ്പ് കുടിച്ച് കഴിഞ്ഞിട്ട് 5.2 ആയിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ എന്താണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിന് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ വീട്ടിൽ ചെയ്യുന്ന മോണിറ്ററിങ്ങിൽ എനിക്ക് കിട്ടുന്ന എൻ്റെ ഷുഗർ വാല്യൂ ഫാസ്റ്റിങ്ങിൽ ഒത്തിരി ഹൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 8 എനിക്ക് വന്നിരുന്നത്. നമുക്ക് 5.8 താഴെയാണ് വീണ്ടും രാവിലെ ഫാസ്റ്റിങ്ങിൽ. എനിക്ക് 8 ആയിരുന്നു കാണിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, അവരിപ്പോൾ പറഞ്ഞത് യൂഷ്വലി അമ്മ ഫീഡ് ചെയ്യാത്ത സമയത്ത് കുട്ടി
ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കണം അത്രയും ഹൈ ആയിട്ട് വരുന്നതെന്ന്. അങ്ങനെ അവരെനിക്കൊരു ഹോം മോണിറ്ററിങ് കിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡെയിലി 4 times എൻ്റെ ഷുഗർ മോണിറ്റർ ചെയ്യണം. ഇതാണ് അവർ തന്നിരിക്കുന്ന കിറ്റ്. ഇതിനകത്ത് പിന്നെ അതിൻ്റെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ സംഭവം തന്നിട്ടുണ്ട്. നമ്മളിതെല്ലാം തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ലോഗ് ബുക്ക് തന്നിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പെന്നുണ്ട്. ആക്ച്വലി ഇതിന് ഭയങ്കര പെയിൻ കൂടുതലാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഇതിനേക്കാളും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിൻ്റെ നീഡിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് അത് തുറന്നു. കാണാമോ, വളരെ തിന്നായിട്ടുള്ളൊരു നീഡിലാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പെയിൻ തോന്നാറുണ്ട് ഞാൻ എൻ്റെ നോർമൽ ചെയ്യുന്നതിനേക്കാളും. ശേഷം ജസ്റ്റ് അടച്ചു വലിച്ചു. ഇത് റെഡിയായി. ഇനി നമ്മൾ ഈ 3 വിരലാണ് അവർ പറഞ്ഞിരിക്കുന്നത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എപ്പോഴും കുത്തുന്ന ഇതിലാണ്. എൻ്റെ ഈ വിരൽ മുഴുവൻ പാടാം. അതവിടെ വെക്കുക. അപ്പോൾ അത് സെറ്റാക്കി അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് റീഡ് ചെയ്യാനുള്ള മീറ്ററുണ്ട്, പിന്നെ ഒരു സ്ട്രിപ്പും ഉണ്ട്. ഇതെല്ലാം സാധാ കിട്ടുന്ന പോലെ തന്നെയാണ്. പക്ഷെ അവർ പറഞ്ഞത് ഇപ്പം നോർമലി ഒരു സ്ട്രിപ്പാണ് വരുന്നത്. അപ്പം നമ്മളതിൻ്റെ അതിൽ തൊടാതെ ജസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലെന്ന് എഴുതി കാണിക്കും അല്ലോ. അതവിടെ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിൻ പ്രിക്ക് ചെയ്യണം. ദെൻ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിൽഡായി. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് വാല്യൂ 6.2 ആണ് കിട്ടിയിരിക്കുന്നത്. 6.2 ഇസ് ഗുഡ്. കാരണം ചെറിയ വാല്യൂ ആണ്. ഞാനത് ഇന്നിപ്പം 6.2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിന്ന് രാവിലെ ഫാസ്റ്റിങ്ങിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 4.1 ആണ് വന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് 6.2. അപ്പം ഞാനത് എഴുതി വെച്ചിരിക്കും. അപ്പം ഞാൻ കറക്റ്റ് 1 hour കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവരിതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ 1 hour 7.8ഉം രാവിലെ 5.3ലും താഴെ ആയിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത 6 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ. എന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ട്രിപ്പ് ഊരുക. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ടെന്ന്. തുറക്കുക, സ്ട്രിപ്പ് ഊരുക, അതിലേക്ക് ഇടുക. ഡാമേജിടാണല്ലോ. നീഡിലിൻ്റെ ഇത് താഴെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കത് വെക്കാം. പിന്നെ ഇത് തുറക്കുക, ഇതിലേക്ക് ആക്കുക, റിമൂവ് ചെയ്യുക, അടയ്ക്കുക. അത്രേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ 2 ദിവസമായി നോക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എല്ലാം വലിയ കുഴപ്പമില്ല, നോർമലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റീഡിങ് എന്തുകൊണ്ടാണ് അതിൽ ഇത്ര ഹൈ ആയിട്ട് കാണിക്കുന്നത്. കാരണം പെട്ടെന്നൊരു 21st വീക്ക് വരെ എനിക്ക് ഫാസ്റ്റിങ്ങിൽ 4.2 ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഞാൻ ഡയബറ്റീസ് ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പോൾ നമ്മൾ നോർമലായിട്ട് വാങ്ങിക്കുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ മോണിറ്റർ, ഗ്ലൂക്കോസ് മോണിറ്റർ, അപ്പോൾ അത് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചില സമയത്ത് ഈ റീഡിങ്സ് ഒത്തിരി ഡിഫറെൻ്റ് ആകും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇപ്പം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ചെയ്യണമെന്ന് ഓർത്തായിരുന്നു. ഇന്ന് രാവിലെ തിരക്കായതുകൊണ്ട് നടന്നില്ല. രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ടൊരു ഡിഫറൻസ് ഇൻ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. എനിവേ ഇവരിപ്പം പറഞ്ഞിരിക്കുന്ന 6 days ഞാൻ മോണിറ്റർ ചെയ്തിട്ട് അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവർ ഇതിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് പിന്നെ കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മരുന്ന് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ എല്ലാ വാല്യൂ റീഡിങ്സും നോർമലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പെട്ടെന്നൊരു ഹൈക്ക് വന്നു, പെട്ടെന്ന് തോന്നുന്നു, ഇപ്പം നോർമലായിട്ടും പോകുന്നു.
അപ്പോൾ ഇതാണ് എൻ്റെ പ്രഗ്നൻസിയിലുള്ള ഗ്ലൂക്കോസ് മോണിറ്ററിങ് പരിപാടി. അപ്പോൾ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയതുകൊണ്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. അപ്പം എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴാണ് ഇൻസുലിൻ, ഈ ഷുഗർ സ്പൈക്ക് ഉള്ളത്, ഇൻസുലിൻ കുറഞ്ഞിട്ട് വരുന്ന ഈ ഷുഗർ സ്പൈക്ക് വരുന്നത്. അപ്പം ഒരു പാറ്റേൺ പോലെ നമ്മൾ ചെയ്ത സമയത്ത് എല്ലാ ദിവസവും തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞുള്ള ടെസ്റ്റിലാണ് എനിക്ക് ഹൈ വാല്യൂസ് വരുന്നത്. അപ്പോൾ അവരെന്നോട് രാവിലത്തെ കാർബ്സ് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് പ്രോട്ടീനും വെജീസും ആണ് വേണ്ടത്. അപ്പം നമുക്കിവിടെ ഉള്ളത് അസ്പരാഗസ് ഉണ്ട്, പിന്നെ ബ്രോക്കലി ഉണ്ട്, ബേക്കണ്, പിന്നെ എഗ്ഗ് വിത്ത് ബെൽ പെപ്പേഴ്സ് ഗ്രീൻ. അപ്പം നോൺ സ്റ്റാർച്ചി വെജും പ്രോട്ടീനുമാണ് നമുക്ക് കൂടുതൽ കഴിക്കേണ്ടത്. കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കഴിക്കാം, പക്ഷെ നമ്മളിപ്പം ജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കി നോക്കുകയാണ്. അവരെന്നെ പേടിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജസ്റ്റേഷണൽ ഡയബറ്റീസിന് ഹൈ റിസ്ക് ഓഫ് സ്റ്റിൽ ബർത്ത് ആണ്, അതുകൊണ്ട് മൂവ്മെന്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ അത്ര അങ്ങ് മൂവ്മെന്റ് എനിക്കറിയാം, പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ക്ലിയർ ആയിട്ടൊന്നും നോക്കാറില്ല. ഒരു നേരമൊക്കെ ഒരു ടൈമിലൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ പേടിപ്പിച്ചതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാർബ്സ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇപ്പം കഴിച്ചാലോ? ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഈസിയാണ്. ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ട് അഴിച്ചെടുക്കാം, അത്രേ ഉള്ളൂ. ഒലിവ് ഓയിൽ, അസ്പരാഗസ് ഇത് ചുമ്മാ സ്റ്റീം ചെയ്തെടുക്കുക, ഇത്തിരി ഉപ്പ് ചെയ്തെടുക്കുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇത് ഫ്രൈ ചെയ്തു. മുട്ട പൊരിക്കാൻ ആർക്കും അറിയാത്ത ഇതൊക്കെ എങ്ങനെ കഴിക്കും എന്ന് ചോദിക്കരുത് കേട്ടോ. ഇതെല്ലാം ഒരു അക്വേറ്റ് ടേസ്റ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ അവക്കാഡോ നമ്മൾ കൂടുതൽ കഴിക്കുന്നതോറും നമുക്കത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് വരും. കാവിയാർ പോലത്തെ ഒരു സംഭവമാണ്. അക്വേറ്റ് ടേസ്റ്റാണ് ഇതിനെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിന് ആക്ച്വലി ഓരോ ടേസ്റ്റ് പോലും പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റാണ്. അപ്പം ഇത്തിരി കുരുമുളകും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കഴിക്കുക. കുറേ പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇഷ്ടമാകും. ഇത് ഒരു 5-6 പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകും എന്നുള്ളതാണ് സത്യം. എനിക്കാണെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റ് എടുത്തപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മോർണിംഗ് റീഡിംഗ് എന്ന് പറയുന്നത് 4.2, പിന്നെ ഗ്ലൂക്കോസ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നു 5.3 ആയിരുന്നു. എന്നുവെച്ചാൽ വെരി ലോ ആയിരുന്നു അത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് ഡ്രൈവ് ചെയ്ത് ഇറങ്ങി ഡ്രൈവ് ചെയ്തു. അവരുടെ കാർ പാർക്കിൽ നിന്ന് 1 മൈൽ 1.5 മൈൽ നടക്കാനുണ്ട് അങ്ങോട്ട്, കുറേ ദൂരം നടക്കാനുണ്ട്. ഇത് മുഴുവൻ ഞാൻ നടന്ന് അവിടെ വന്നിരുന്നു. നിങ്ങൾ ടെസ്റ്റ് എടുത്തു. അപ്പോൾ എനിക്ക് അത്രയും ഞാൻ എക്സസൈസ് ചെയ്തു രാവിലെ തന്നെ. അപ്പോൾ അതൊരു ട്രൂ റീഡിംഗ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫാസ്റ്റിങ്ങിൽ അതങ്ങനെ എഫക്റ്റ് ചെയ്യില്ല എന്ന്. പക്ഷേ അതേ സംഭവം ഞാൻ വീട്ടിൽ വന്നിരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് 5.3 ആണ്. ലോ ആണ്, പക്ഷേ എന്നാലും ഇവർ പറയുന്ന വാല്യൂ അല്ല. അപ്പം നമ്മൾ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന, അതായത് എക്സസൈസിന് മുമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 5.3 5.4 ഒക്കെയാണ്. പിന്നെ അവർ നമുക്കൊരു ഹാഫ് ഗ്ലാസ് ഗ്ലൂക്കോസ് കുടിക്കാൻ തന്നിട്ട് അവിടെ ഇരുത്താണ് 2 hours. ഇത് കഴിഞ്ഞിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ആ സമയത്ത് വേറൊന്നും നമ്മൾ കഴിക്കുന്നില്ല. വീട്ടിലെ നോർമൽ സിറ്റുവേഷനിൽ അങ്ങനെ അല്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അതിനുശേഷം സ്നാക്ക് കഴിക്കും, എനിക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ രാവിലെ കഴിക്കും, അതിനുശേഷം ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കും, പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും, അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഒരു സ്മൂത്തി കഴിക്കും, പിന്നെ രാത്രി ഡിന്നർ കഴിക്കും. ഇങ്ങനെ ഒരു 5 നേരം ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ. അപ്പോൾ അതൊരു ട്രൂ റിഫ്ലക്ഷൻ അല്ലല്ലോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, അതങ്ങനെ എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഗ്ലൂക്കോസ് എന്നിട്ട് അനക്കാതിരുത്തും കേട്ടോ. അവർ പറയും നമ്മൾ നടക്കരുത്, എഴുന്നേക്കരുത്, അനങ്ങരുതെന്നൊക്കെ പറയും. നമ്മൾ അനങ്ങാതിരിക്കണം. പക്ഷെ ഞാൻ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് തലകറങ്ങിക്കൊണ്ട് ഞാൻ ഇവരെ തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എനിക്ക് നോർമലായിട്ടാണ് വന്നത്. അവർ ചെയ്തപ്പം എനിക്കില്ല എന്ന് തന്നെയാണ് വന്നത്. പിന്നെ ഞാൻ എൻ്റെ കൺസൾട്ടൻറ്റിനെ കാണാൻ പോയ സമയത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ റീഡ് ചെയ്യുമ്പോൾ ഒത്തിരി ഹൈ വാല്യൂ വരുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പം, അതുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവരെനിക്ക് ഹോം കിറ്റ് തന്നു 5 ദിവസത്തേക്ക്. അന്നേരമാണ് നമ്മൾ കണ്ടത് എനിക്ക് എല്ലാ ദിവസങ്ങളും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ഹൈ വാല്യൂ ആണ്. പിന്നെ ഒരു ദിവസം രാത്രി ഹൈ വാല്യൂ ആകും. പക്ഷെ ആ ദിവസം ഞാൻ ഇത്തിരി അൺഡിസിപ്ലിൻഡ് ആയിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് ഒരു ഹോൾ ഡേ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഈ
കോസോണൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ആൽമണ്ട് കസ്റ്റാർഡിലേക്ക് ബട്ടർ ഉണ്ട്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴും നോർമലായിരുന്നു. പക്ഷെ വൈകിട്ട് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ എന്താ പറയുക, ഫ്ലേവർഡ് വാട്ടർ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാനൊരു ഒത്തിരി ഒന്നും കുടിച്ചില്ല, ഒരു 3/4 ഗ്ലാസ് കുടിച്ചുള്ളൂ. എന്നിട്ട് തന്നെ അത് കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ അതാന്ന് തോന്നുന്നു ഹൈ ചെയ്യുന്നത്. നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കുടിക്കാറില്ല, അന്നത് കണ്ടപ്പോൾ ഒരു കുതിക്കങ്ങ് കുടിച്ചതാണ്. അപ്പം അതുകൊണ്ട് NHSനെ സംബന്ധിച്ചോളം ഇതൊരു ടിക്ക് ദ ബോക്സ് എക്സസൈസാണ്. ഇത് ചെയ്തു, കണ്ടില്ല. പിന്നെ ബാക്കിയുള്ളതൊന്നും അവരങ്ങനെ കൺസേൺ ഇല്ല. നാട്ടിൽ എനിക്കറിയില്ല, ഞാൻ നാട്ടിൽ ഡെലിവറി ടൈമിലോ പ്രഗ്നൻസി ടൈമിലോ നിന്നിട്ടില്ല. എനിക്കറിയില്ല ഇഫ് ഡേ ടു മൾട്ടിപ്പിൾ ഷുഗർ ടെസ്റ്റൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ഏർലി ആയിട്ട് ചെയ്ത് തുടങ്ങി. അത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബെറ്ററാണ്. കാരണം ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്ത് പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ബോഡി ഇന്ന് ഉള്ളതുപോലെ ആയിരിക്കില്ലല്ലോ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഉണ്ടാവുക. കാരണം എനിക്കൊരു ഭയങ്കര ഒരു സഡൻ ജമ്പായിരുന്നു. ഞാനൊരു 22nd വീക്ക് വരെ ഞാൻ എപ്പോഴും ചെയ്യുമ്പം ഈ നോർമൽ മീറ്ററിൽ എനിക്ക് നോർമലായിരുന്നു. എന്നിട്ട് 24th വീക്ക് 25th വീക്കിൽ ചെയ്ത സമയത്ത് 24th വീക്ക് തീർന്ന് 25th വരുന്ന സമയത്ത് ഒരു ഭയങ്കര ജമ്പ്, 4.5 നിന്ന് 8 ജമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഹോം മോണിറ്റർ കിറ്റ് തന്നു. അതിനുശേഷം ഇപ്പോൾ ഹൈ വാലി ആയതുകൊണ്ട് അവർ വീണ്ടും മോണിറ്റർ ചെയ്യാനായിട്ട് 5 days മോണിറ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ GP എനിക്ക് അതിൻ്റെ സംഭവങ്ങളെല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ട് എനിക്കൊരു ആപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലൈവായിട്ട് ഡേറ്റ കാണാം. അതിന് ശേഷം 1 വീക്ക് കഴിയുമ്പോൾ ഈ ഡയബറ്റീസിൻ്റെ സ്പെഷ്യലിസ്റ്റ് വിളിക്കും. അപ്പോൾ ഇവരെനിക്കൊരു ഡയറ്റ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഡയറ്റ് കിട്ടിയില്ല. നമ്മൾ തന്നെ മെയിനായിട്ട് കാർബ്സൊക്കെ കട്ട് ചെയ്തു. ഷുഗർ ഞാൻ അങ്ങനെ അധികം ഷുഗറൊന്നും രാവിലെ കഴിക്കാറില്ല. കാപ്പിയിലാണെങ്കിലും ഷുഗറൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്കതിനൊരു ബോധമില്ല ഇത് കഴിച്ച ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പൊട്ടാറ്റോ, നമ്മുടെ റൈസ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് നടക്കുക. അപ്പം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. ഈ ഷുഗർ സ്പൈക്ക് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അപ്പം യൂഷ്വലി ഞാൻ അങ്ങനെ നടക്കാറില്ല. ഞാൻ വീട്ടിലാണെങ്കിൽ ലിറ്ററലി ഞാൻ ബെഡിൽ നിന്ന് ഫുഡ് കഴിക്കും, കൈ കഴുകും, ബെഡിൽ പോയി കിടക്കും. അത് തന്നെയാണ്. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലാണ് ഞാൻ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ റീഡിങ്സ് ലോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസമാണ്. ഇത് ലേറ്റായിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്ക് വൈകുന്നേരം കുറച്ചധികം നേരം ഇരിക്കേണ്ടതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷെ ഇപ്പം കോൺഷ്യസ് ആയിട്ട് ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒരു 10 മിനിറ്റ്, എനിക്ക് ഒത്തിരി നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നടക്കാത്തത്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ഭയങ്കര നടത്തായിരുന്നു. ഞാനൊരു 2 hours മിനിമം ഒരു ഡേ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നടക്കുമായിരുന്നു, ഡിന്നർ കഴിഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി നടക്കുമായിരുന്നു. അതിൽ തന്നെ എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങൾ ഈ ആദ്യത്തെ ഒരു 16-20 വീക്സോളമുള്ള ഛർദി അല്ലാതെ. അപ്പോഴും ഈ ഛർദിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നടന്ന് പോയി ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് ഓഫീസിൽ പോയിട്ട് ഫുൾ ഡേ ജോലിക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഛർദിക്കും. എൻ്റെ ഓഫീസിൽ ഞാൻ ഛർദിക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. അമ്മ അത്ര ഛർദിയായിരുന്നു. പക്ഷെ അത് ജസ്റ്റ് ക്യാരി എ ബാഗ്. എന്നിട്ട് ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നങ്ങ് ഛർദിക്കും. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി ടോയ്ലറ്റിൽ ഡംപ് ചെയ്യും, വാഷ് ചെയ്യും, തിരിച്ചു വരും, കണ്ടിന്യൂ ചെയ്യും ജോലി. എൻ്റെ ഓഫീസിലുള്ളവരൊന്നും അതൊരു പ്രശ്നമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എനിക്ക് അതിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, ടയേർഡായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഈ 20 വീക്സ് ഭയങ്കര ഛർദിയുള്ള സമയത്ത് ഭയങ്കര ബെഡ് റിഡൻ ആയിപ്പോയി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ, എനിക്ക് ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ തലകറങ്ങി വീഴുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒട്ടും മൂവ് ചെയ്യാതെ, എനിക്ക് ലങ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് കുറച്ച് നടക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളാണ്. ഞാനിപ്പോൾ കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. യൂഷ്വലി ഞാൻ ഒത്തിരി നടക്കുന്ന ഓഫീസിൽ, ഞാൻ അതൊന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പം എനിക്ക് നടക്കാൻ ഉള്ള ആവതില്ലാത്തതുകൊണ്ടാണ് നടക്കാത്തത്. ഭയങ്കര വെയിറ്റുമാണ് വയറിന്. ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നടക്കുക, കൈയും കാലുമൊക്കെ വീശിങ്ങ് നടക്കുക. അപ്പം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്.
എൻ്റെ ഡയബറ്റീസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ചെയ്ത് അതിൻ്റെ വാല്യൂ വേരിയേഷൻ മീറ്ററിൽ കണ്ടു. അതായത് ഞാൻ നമ്മുടെ പട്ടയും ഗ്രാമും കൂടി ഇട്ട് വെള്ളം തിളപ്പിക്കും, അതവിടെ വെച്ചിരിക്കും. ഓരോ നേരം ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കും. അപ്പോൾ അതങ്ങനെ കുടിച്ചിട്ട് ഞാൻ ചെയ്തിട്ട് ഒരു ഫുൾ ഡേ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുടിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 8 ഉണ്ടാക്കുന്നിടത്തുനിന്ന് 4.2 വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം മുതലേ അറിയാം പട്ടയും ഗ്രാമും വിൽ റെഗുലേറ്റ് ഷുഗർ ലെവൽസ് എന്നുള്ളത് നേരത്തെ അറിയാം. ഞാൻ കുറേ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതാണ്. പക്ഷെ പ്രഗ്നൻസിയിൽ എത്ര കുടിക്കാമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിർത്തിയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കൺസൾട്ടൻ്റ് അടുത്ത് ചോദിച്ചാൽ പുള്ളിക്കാർ പറഞ്ഞു മോഡറേഷനിൽ ഒരു പ്രശ്നവുമില്ല, അതൊരു ഫുഡാണ്, കഴിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല പറഞ്ഞു. ഗൂഗിളിലൊക്കെ ഭയങ്കര പൊട്ടയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഈ മയോനോസിറ്റോളിൻ്റെ ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഞാൻ നാട്ടിൽ ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ കൺസൾട്ടൻ്റ് അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിക്ക് ഈ ഡ്രഗ് അറിയില്ല, അതുകൊണ്ട് അത് പറയില്ല, കഴിക്കാവുന്നതാണോ അല്ലയോ എന്ന് പറയില്ല പറഞ്ഞു. അതുകൊണ്ട് അത് ഞാനിപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുക. ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് കുടിക്കുന്ന സമയത്തും എനിക്ക് ഒത്തിരി ഡിഫറൻസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് ഈ പട്ടേ ഗ്രാമിന് വെള്ളം കുടിക്കും ഒരു ഗ്ലാസ് വെച്ചിട്ട്. അല്ലെങ്കിൽ നേരത്തെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കലത്തിൽ തിളപ്പിച്ച് വെച്ചിട്ട് ഫുൾ ഇത് മാത്രമായിരുന്നു കുടിക്കുന്നത്. ഇപ്പം അത് കുറച്ച് ഒന്ന് കൺട്രോൾഡായിട്ട് മോഡറേഷനിൽ കുടിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് നിയന്ത്രിക്കാനായിട്ടുള്ള ചെയ്യുന്നൊരു കാര്യം. പിന്നെ അവർ ഈ HbA1c ടെസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ 3 months നമ്മുടെ ബ്ലഡിലെ ഷുഗർ ആക്ടിവിറ്റി നോക്കുന്നത്. അപ്പോൾ അതൊക്കെ നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഇല്ല, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ് ഉള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെൽത്തിനെയും കുട്ടിയുടെ ഹെൽത്തിനെയും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഉണ്ടായി കഴിയുമ്പം അവരുടെ ഇൻസുലിൻ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ മെറ്റേണൽ ഷുഗർ കട്ടായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് താന്നു. അപ്പോൾ അത് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് മാനേജ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും, എക്സ്ട്രാ ഫീഡിങ് അല്ലെങ്കിൽ ഷുഗർ ജെല്ലൊക്കെ കൊടുത്തിട്ട്. പക്ഷേ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രശ്നം, പിന്നെ വലിയ കുട്ടികളുണ്ടാവുക, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കൂടുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും കൺസേണിങ് ആയിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിൽ ബർത്താണ്. അതെനിക്ക് ശരിക്കും അറിയണ്ടായിരുന്നില്ല. എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അവർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം അവരെന്നോട് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചിട്ടാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇത് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലിറ്ററലി എൻ്റെ ലഞ്ച് കഴിഞ്ഞ് ഒരു സ്വീറ്റ് കഴിച്ചിട്ടിങ്ങനെ വരുന്ന സമയത്ത് വിളിച്ചിട്ടാണ് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മാനേജ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനൊരു ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സ്റ്റിൽ ബർത്ത് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക ബേബി ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് 2 ബേബീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മൂവ്മെൻറ്റ് അറിയാമെന്ന് പറഞ്ഞാലും ആരാ മൂവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഈ സ്കാൻ ചെയ്ത് വെച്ച് വന്നിട്ട് ഇന്നയാൾ ഇന്ന സ്ഥലത്ത് അവിടെയാണ് മൂവ്മെൻറ്റ് നോക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ പിറ്റേ ദിവസം ആ സ്ഥലങ്ങളിലൊന്നും മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം ഇതെനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഈ മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാന്നുള്ളത്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ. നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് ഞാൻ എൻ്റെ പ്ലേറ്റ് കാലിയാക്കി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പതിയെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓഫീസിൽ പോകണം.